ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം സംസാരിക്കാനാണ്. കാരണം നമുക്കറിയാം, ഇന്നലെ വരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ചില വാർത്തകൾ നമ്മൾ പറയുമല്ലോ, കഥയറിയാതെ ആട്ടം കാണുകയാണ് എന്നതുപോലെ ആയിരുന്നു. കാരണം വേറൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പ്രമുഖ യൂട്യൂബേഴ്സായ പ്രവീൺ, പ്രണവ് അവരുടെ ലൈഫിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചു മൃദുല അവൾ വളരെ ഒരു തെറ്റുകാരിയാണ്, ഇങ്ങനെ നമ്മുടെ ഒരു വീട്ടിൽ പാടുണ്ടോ, അങ്ങനെ പലരും കുറ്റപ്പെടുത്തിയതും അവരെ പരിഹസിക്കുന്നതും ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇന്നലെ കണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വളരെയധികം തെളിവോടുകൂടി അതവർക്ക് പുറത്ത് പറഞ്ഞാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവരിത് പുറത്തു വിട്ടത്. അതുവരെ അവർ തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തി എങ്ങനെയെങ്കിലും അവരുടെ അമ്മയുടെ, അച്ഛൻ്റെയും സഹോദരൻ്റെയും മുഖം രക്ഷിക്കാം എന്ന് പറഞ്ഞ് അവരെ ഉള്ളിലൊതുക്കി ആ പ്രവീൺ, മൃദുല എന്ന് പറയുന്ന വ്യക്തികൾ സ്വയം സഹിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവർക്കെതിരായി വന്നു, ഇനി ഞങ്ങൾക്കെല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ എന്നൊരവസ്ഥ വന്നതുകൊണ്ടാണ് ഇന്ന് ദുഃഖകരമായ ഒരു വീഡിയോ നമുക്കെല്ലാവർക്കും കാണേണ്ടി വന്നത്. ഇതിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എനിക്ക് തോന്നിയത് വളരെ കാലമായി ഞാൻ ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം പ്രവീൺ, പ്രണവ് എന്ന് പറയുമ്പോൾ അവരുടെ ഡാൻസ് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീഡിയോ ഫോളോ ചെയ്യും. ഏത് ടൈപ്പ് ഡാൻസ് കളിക്കുന്നു, എങ്ങനെയാണ്. പിന്നെ പതിയെ നമ്മളവരുടെ ഫാമിലിയെ പരിചയപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഒരു വളരെ സ്നേഹമുള്ള ഒരു അച്ഛൻ, അമ്മ, ഇങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്നത് വളരെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതിയവരാണ്. അതുപോലെ തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മൃദുല അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോൾ നമുക്കറിയാം, ഈ ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇത്രയും സ്നേഹം നിറഞ്ഞൊരു കുടുംബത്തിലേക്ക് വരുന്ന ഈ പെൺകുട്ടിയെ ആ അച്ഛനും അമ്മയും എങ്ങനെ നോക്കും? കാരണം അവർ 2 ആൺമക്കളാണ്. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ടൊരു പെൺകുട്ടി കടന്നു വരുന്നത്. അപ്പോൾ അവൾക്ക് കിട്ടുന്ന സ്നേഹം ഇതൊക്കെ കണ്ടിട്ട് പലപ്പോഴും ഞാൻ പോലും കരുതിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫാമിലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ഫാമിലിയിൽ പോകാൻ പറ്റിയത് ആ മൃദുല എന്ന് പറഞ്ഞ കുട്ടി എന്തുമാത്രം ഭാഗ്യം ചെയ്തൊരു കുട്ടിയാണ്. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു കുടുംബം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കണ്ണ് പെട്ടുപോകും എന്നൊരു അവസ്ഥയിലായിരുന്നു അവരുടെ ഒരു ഫാമിലി പോയത്. അതോടൊപ്പം തന്നെ മൃദുല, അതുപോലെ കൊച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യനോടുള്ള സ്നേഹം ഒരു രക്തബന്ധത്തെക്കാൾ വളരെയധികം നമുക്ക് പോലും ഒരു ഫീൽ ചെയ്യിപ്പിക്കുന്ന, ഇങ്ങനെ ഒരു സഹോദര സ്നേഹം ഉണ്ടാകുമോ, ഇത് ഇത്രത്തോളം ആകാമോ, ഒരു കുടുംബം ഇങ്ങനെ പോയാൽ അത് ഏത് രീതിയിൽ ഇരിക്കും, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയാവട്ടെ. കാരണം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറേ അധപ്പതിച്ച രീതികളുണ്ട്. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവളെ സ്വന്തം മകളായി കാണാതെ മരുമകൾ എന്നൊരു പേരും കൊടുത്ത് അവളെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു വിഷയം ഇന്ന് നമ്മൾ കാണുന്നു. പല ആത്മഹത്യകൾ, ഓരോ സ്ത്രീധന പീഡനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ പേരിൽ ഒന്നും അറിയാത്ത കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരു ന്യൂസൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താലെന്ത്, ഇവരെ നമുക്കൊന്ന് സ്റ്റേബിളാക്കി എങ്ങനെ എടുക്കാം, നമ്മൾ കുറച്ച് അഡ്വൈസ് കൊടുക്കണം. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇത് പ്രതികരിക്കേണ്ടത് എന്നൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതുപോലെ കുറേ സിറ്റുവേഷൻസ് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ അറിയാത്തത് കാരണം നമ്മുടെ ലൈഫിൽ പലതും സംഭവിച്ച് നമ്മളിപ്പോൾ പഠിച്ച് വീണ്ടും ഒന്ന് നിവർന്നു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നമ്മൾ ആ വിഷയത്തിലോട്ട് കടന്നാൽ, നിങ്ങൾ ഇന്ന് ആ കണ്ടൊരു ക്ലിപ്പ് ഒരു സെക്കൻഡ് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കറിയാം അതിൽ പറയുന്നത് അവര് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ 2 പേര് പിടിച്ചു വെച്ചടിച്ചത് ആണ്. 2 പേര് പിടിച്ചു അടിച്ചത്. മാരൻ കുട്ടി ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ, മുന്നിലുണ്ടാക്കിയിട്ടതല്ല നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാൻ ഇതിനെല്ലാം പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു, എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞത്, കൊച്ചു പഠിച്ച് എന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ടിരുന്നപ്പോ മാറും പറഞ്ഞവരടി. എനിക്കിപ്പോ സന്തോഷം. നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് അത് ഏത് നേരത്തായാലും
ആ പ്രവീൺ എന്നൊരു പയ്യനെ എടുത്തു വച്ചതിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ ഫാമിലിയിലുള്ളവർ ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്താണ് ആ സമയത്ത് നമ്മൾ കരയുകയും അവരെ സഹതപിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അച്ഛൻ, അമ്മ, ഭർത്താവ് എന്നൊക്കെ ഒരു ഫീലിങ്സ് വച്ചിട്ട് നമ്മൾ ആ സമയത്തുള്ള സംഭവങ്ങൾ, നമുക്ക് പറ്റുന്ന മുറിവുകളായാലും ചതവുകളായാലും ആ ഒരു സിറ്റുവേഷൻ ആയാലും അവർ ചീത്ത പറയുന്നതായാലും ഒന്നും നമ്മൾ റെക്കോർഡിക്കലി വയ്ക്കാറില്ല. ഇത് കാരണം കുറച്ചു നാൾ കഴിഞ്ഞ് നമുക്കൊരു ഇഷ്യൂ വന്ന് നമ്മളൊരു കോടതി അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുമ്പോൾ നമ്മുടെ എതിർപക്ഷത്ത് നിന്ന് വരുന്നവര് ഇവരാണ് കുറ്റക്കാര്, ഇവരിങ്ങനെ ചെയ്തു, ഇവളിങ്ങനെ ചെയ്തു, ഇവളിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഒരു തെളിവില്ല. ആ സമയം നമ്മൾ ചിന്തിക്കും, അന്ന് ഞാനൊരു തെളിവെടുത്ത് വച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മുടെ ആ ദുർബലത മനസ്സിലാക്കിയിട്ട് എതിർഭാഗത്തുള്ള ആരായാലും നമ്മളെ കടത്തി വെട്ടുകയും അവർ വിജയിച്ചു എന്നുള്ള ഭാവത്തിൽ എല്ലാം കീഴടക്കി പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുറ്റം ചെയ്യാത്ത നിരപരാധികളാണ് ഇതിന് ഇരയാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമുക്ക് പിടിച്ചു നിൽക്കാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അത് നമ്മുടെ ഭർത്താവായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, നമ്മൾ ഒരു തെളിവ് ഇതുപോലെ എടുത്തു വച്ചിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ എന്നും എവിടെയും നമുക്ക് കാണിക്കാനും നമ്മളാണ് ശരി. നമ്മൾ ഓടിപ്പോയി കാണിക്കുന്നില്ല, പക്ഷേ നമ്മളെ കടിച്ചു തിന്നാൻ വരുമ്പോൾ നമ്മൾ ഈ ഒരു തെളിവ് കാണിക്കുകയാണെങ്കിൽ എന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇന്ന് ആ പയ്യൻ ആ ഒരു തെളിവ് എടുത്തില്ലായിരുന്നു എങ്കിൽ എല്ലാവരും, ഇന്നലെ വരെ നമ്മൾ കണ്ടതാണ് മൃദുല, അവളെ കണ്ടാൽ അറിയാം, അവൾ വന്നു കയറി ആ കുടുംബം നശിപ്പിച്ചു എന്ന് ഇന്നലെ വരെ കമന്റ് ചെയ്തവർ ഇന്ന് ഈ വീഡിയോ കണ്ട് പലരും കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടാകും. എനിക്കും ഇന്ന് കണ്ടപ്പോൾ ഇങ്ങനെയാണല്ലേ ഈ കുട്ടി എന്ന് പറഞ്ഞ് വളരെയധികം വിഷമം തോന്നിയൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ ഒരു ക്ലിപ്പ് എടുത്തു വച്ചിരുന്നതിന് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനൊരു സംഭവം സംസാരിക്കണം ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചതല്ല. എന്തോ നമ്മുടെ ഒരു ഫാമിലിയിലെ മെമ്പറിനെ പോലെയാണ് നമ്മളിവരെ കണക്കാക്കിയത്. നമുക്കറിയാലോ, പ്രവീൺ, പ്രണവ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഓരോ ഫാമിലി വ്ളോഗ്സും അച്ഛൻ, അമ്മ, അച്ഛൻ ചിരിക്കുന്നു, അമ്മ ചിരിക്കുന്നു, മൃദുലയെ നോക്കുന്നതും ഇതെല്ലാം കാണുമ്പോൾ ഇതെന്താ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്ന രീതിയിൽ വർഷങ്ങളായി ഞാൻ നെഞ്ചിൽ കൊണ്ടു നടന്നൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഹർട്ട് ചെയ്തൊരു സംഭവമാണിത്. ഈ മൃദുലയ്ക്ക് വന്ന ഒരു സംഭവം ഇനി സമൂഹത്തിൽ ഒരു പെൺകുട്ടികൾക്കും വരാൻ പാടില്ല. പ്രവീൺ എന്ന് പറഞ്ഞ ആ പയ്യൻ പറഞ്ഞു, മക്കളെ വേർതിരിച്ച് കാണുന്ന ഒരു അച്ഛനും അമ്മയും. കണ്ടോണ്ടിരിക്കുന്നതിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയൂ കേട്ടോ, മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കളും ആയിക്കോട്ടെ, 2 3 ആയിക്കോട്ടെ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ല, സ്നേഹിക്കുക. 2 മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കുക. ഒരു ഇളയവൻ അല്ലെങ്കിൽ ഇളയ കുട്ടി എന്ന രീതിയിൽ അവനെ ഒരുപാട് ലാളിച്ചും മൂത്തവൻ അവൻ എന്തും സ്ട്രഗിൾ ചെയ്തോട്ടെ, അവനെന്നും ഒറ്റയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. അത് ഫേസ് ചെയ്തവർ ഒരുപാട് പേര് കാണും. അതിലൊരു ഇരയാണ് ഞാൻ. അത് ഇന്നും ഇന്നലെ തുടങ്ങുന്നതല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പും ആയിക്കോട്ടെ. കല്യാണം കഴിച്ചതിന് ശേഷം അതിന്റെ എക്സ്ട്രീമായി. പക്ഷെ അത് എന്താണ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് 2 മക്കളെ ഒരേ രീതിയിൽ കാണാത്തത്. പ്രൊമോഷൻ വീഡിയോ എടുത്തതിന്റെ അന്നാണ്, ആ ഡേറ്റ് എന്ന് പറഞ്ഞ മുതലേ ഒക്ടോബർ 27-നാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എന്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയൻ. അത് പണ്ടത്തെ കാലമാണ്, പണ്ടത്തെ സമൂഹത്തിലാണ് അതൊക്കെ നിലനിന്നിരുന്നത്. ഇതെൻ്റെ മൂത്ത മകനാണ്, ഇളയ മകനാണ്. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് നമ്മുടെ ഫാമിലിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണുള്ളത്. പണ്ട് കാലത്താണെങ്കിൽ ഒരു വലിയ കൂട്ടുകുടുംബമാണ്. അവിടെ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ 10 മക്കൾ കാണാം, 6 മക്കൾ കാണാം. ആ സമയത്ത് ഇങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത്രയും വലിയൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്, ആ കുട്ടിയെ നമ്മൾ കെയർ ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് ഇതിൻ്റെ ആവശ്യം? നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഓരോ വീട്ടിലും ഉള്ളത് 2 3 മക്കൾ മാത്രമാണ്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരെ ഒരുപോലെ കാണാൻ പറ്റാത്ത ഒരു അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഞാൻ കുറ്റം പറയുന്നതല്ല, എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്ക് പ്രശ്നമല്ല. അച്ഛ, അമ്മ, ഇത് വളരെ സഹതാപമാണ്. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു വീഡിയോ എത്ര പേര് കാണുന്നു ഇല്ല ഇതൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് കണ്ടിട്ട് പലർക്കും പലരുടെ അഭിപ്രായം, നെഗറ്റീവായിട്ടുള്ള കമൻസും ഒക്കെ വരാം. പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് ഞാൻ ഈ പറയുന്നത് എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഇതിനൊരു മറുപടിയാണ്.
കാരണം നമ്മൾ കണ്ടു ഈ വീഡിയോ, അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ തന്നു ഇപ്പോൾ നമുക്ക്. ആ ഒരു വീഡിയോ കണ്ടിട്ട് പോലും പലരും അതിനെയും പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം എക്സ്പോസ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ ഒതുക്കി വെക്കേണ്ടതല്ലേ, നിങ്ങളുടെ വീടിനകത്ത് വെക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് നമ്മൾ പല എക്സ്പ്ലനേഷൻ വീഡിയോയിലും കണ്ടു. അപ്പോഴാണ് ഞാൻ കരുതിയത്, ഇല്ല, ഇത് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നാൻ കാരണം ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഒരിക്കലും ഒരു വീട്ടിനകത്ത് ഒതുക്കേണ്ട ഒരു സംഭവം അല്ല. പല കുട്ടികളും വീട്ടിൽ, ഈ മൃദുല എന്ന് പറഞ്ഞ കുട്ടി കുറച്ച് മനക്കരുത്തുള്ള കുട്ടിയായതുകൊണ്ട്, അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡ് കൂടെ നിന്നതുകൊണ്ട് അവൾക്ക് ഇത്രയും ബോൾഡായിട്ട് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റി, അവൾക്ക് ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റി. പക്ഷേ അവളുടെ മനസ്സ് മൃദുലമായിരുന്നു, അവൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റിയില്ല. ഭർത്താവും അവരുടെ വശമായിരുന്നു, അവളെ സേവ് ചെയ്യാൻ ആരുമില്ല എങ്കിൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന മൃദുല എന്ന വ്യക്തിയെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ കണ്ടു അച്ഛൻ എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്നത് ഇങ്ങനെയാവണം എന്ന് നമ്മൾ മാതൃക കണ്ട വ്യക്തികളാണ് ഇവര്. ഇവരുടെ ആ വാക്കുകൾ, വായിൽ നിന്ന് വരുന്ന എന്താ പറയുക, അതിന് നമുക്ക് പറയാനില്ല. ശരിക്കും ആ ഒരു ക്ലിപ്പ്, ഇന്നത്തെ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു മുഖമുണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കേണ്ടത് അമ്മയാണ്. ഒരു അമ്മ വിചാരിച്ചാൽ ഒരു പെൺകുട്ടിയെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലവൾ കരഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഗർഭിണിയായ എന്നെ ഉപദ്രവിച്ചു, ഞാൻ വീണിട്ട് എനിക്കൊരു കൈ അമ്മ തരുന്നില്ല എന്ന്. അത് നിങ്ങൾ ആലോചിക്കൂ, എത്ര വേദനാജനകമാണ്. അവരും 2 കുട്ടികൾക്ക് ജന്മം കൊടുത്തതല്ലേ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വീഡിയോ ഇപ്പോൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ആ ഒരു ചാനലിൽ കയറി ആ വീഡിയോസ് ഫുൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൽ എത്രത്തോളം സത്യമാണ്, ഇത് അവർ പറയുന്നത് എത്രത്തോളം വേദനാജനകമാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഈ മൃദുല എന്ന് പറഞ്ഞ പെൺകുട്ടി, ഈ വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടു, ഈ കുട്ടിക്ക് വാട്ടർ ബാഗ് പൊട്ടിയിട്ടാണ് ഡെലിവറി ആകുന്നതെന്നും ആംബുലൻസിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ ആ കുട്ടിയുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പ്രസവമാണ്, അതിനെ ഒരുപാട് പേര് വിമർശിച്ചു, ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കരുതി, അയ്യോ വാട്ടർ ബാഗ് പൊട്ടിയോ, അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എന്ന്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കും ഒക്കെ മനസ്സിലാവുന്ന കാര്യമാണ്, 4 ദിവസം മുമ്പ് ഈ കുട്ടിയെ അവർ ഉപദ്രവിച്ചു, ആ കുട്ടി തറയിൽ വീണു, ആ വീഴ്ചയിൽ ആ കുട്ടിക്ക് പറ്റിയ ആഘാതമായിരിക്കാം ഒരുപക്ഷെ ഈ വാട്ടർ ബാഗ് പൊട്ടാനും ഇങ്ങനെ ഒരു ഡെലിവറി നടക്കാനും കാരണമായത്. ആ വീഴ്ചയിൽ ആ കുട്ടിക്ക് ഒരു മരണം സംഭവിച്ചിരുന്നുവെങ്കിലോ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് നമ്മൾ പുറമേ ഒരു കുടുംബ പ്രശ്നം നിങ്ങൾ എന്തിനു തുറന്നു കാണിച്ചു എന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളിൽ ആരെങ്കിലും ഉത്തരം പറയുമോ? ഇല്ല. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് നഷ്ടം. ഇതുപോലെ ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ സഹിക്കുന്നത് കുറച്ച് സഹിക്കുക. നമുക്കൊരു ഫാമിലി വേണം, കുടുംബം വേണം. അപ്പോൾ നമ്മൾ സഹിക്കേണ്ടത് കുറേ സഹിക്കുക, നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനപ്പുറം നമ്മൾ ആർക്കും വേണ്ടി സഹിക്കേണ്ടതില്ല. കാരണം നമ്മൾ ആർക്ക് വേണ്ടിയാണോ സഹിക്കുന്നത് അവരൊന്നും നമ്മളോട് നാളെ കാണില്ല. നമ്മൾ നഷ്ടമായാൽ അവർക്കൊന്നും നഷ്ടമാകാനില്ല. നമ്മൾ ഒരു മണ്ണടിഞ്ഞ് ചാരമായാലും അവർ 2 ദിവസം കഴിയുമ്പോൾ അവരുടെ ലൈഫ് നോക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പെൺകുട്ടികൾ ബോൾഡായി നിൽക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ഈ വീഡിയോ നേരത്തെ പറയേണ്ടതായിരുന്നു. ഇതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആണിത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രവീൺ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും കൊച്ചും പിന്നെ പുറം ലോകം കാണില്ല. അത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആരൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ അപകീർത്തിപ്പെടുത്തിയാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ ചെയ്തത് ഇന്ന് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ നടന്ന ഈ അനീതി നിങ്ങൾ തുറന്നു കാണിച്ച ആ മനസ്സിനാണ് ഒരു യൂട്യൂബേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഞാനൊരു നിങ്ങളെ ഒരു ബിഗ് സല്യൂട്ട്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കാരണം
ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഒരു ആവേശം കൊണ്ടത്. അങ്ങനെ ഒരാൾ പ്രതികരിച്ചല്ലോ, അത് നമുക്ക് വേണം, നമ്മുടെ സമൂഹം കാണണം. കാരണം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ഈ പ്രവീൺ എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിലാണ് ഈ വീഡിയോ പോകുന്നത്. അവരും അറിയണം, നാളെ ഞാനൊരു തെറ്റ് ചെയ്താൽ, എൻ്റെ വീട്ടിൽ വരുന്ന ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരു വ്യക്തിയെ ഉപദ്രവിച്ചാൽ നാളെ എനിക്കും ഇതാവും അവസ്ഥ. അപ്പോൾ ഞാനത് പേടിക്കണം എന്ന് ഓരോ വീട്ടിലെയും ഓരോ ഫാമിലി മെമ്പേഴ്സിനും ഓർമ്മ വരണം. ഇങ്ങനെയുള്ള അനീതിയെ ദയവായി പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ ഇതിൽ ശക്തമായി ഉറച്ചു നിൽക്കുക. പിന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത്, പ്രവീണിനോടായാലും മൃദുലയോടായാലും പറയാനുള്ളത്, നമുക്ക് നമ്മളെ കാണുകയുള്ളൂ എന്ന് വിശ്വസിക്കുക. നിങ്ങൾ വളരെ മനക്കട്ടിയോടെ കോൺഫിഡൻസോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ആരൊക്കെ കണ്ടില്ലെങ്കിലും, നിങ്ങളെ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തി ഇതെല്ലാം കാണുന്നുണ്ട്. ആ കുട്ടിയുടെ വേദന, ആ കുട്ടിയുടെ കണ്ണുനീര്, നീ അനുഭവിച്ച കണ്ണുനീര്, ഇതെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിന് വേണ്ട എന്ത് നടപടിയാണോ എടുക്കേണ്ടത് അതെടുക്കുക, മുന്നോട്ട് പോവുക, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. നമ്മളെ വേണ്ട എന്ന് വലിച്ചെറിയുന്നവരുടെ മുന്നിലോട്ട് നമ്മൾ പോകാതിരിക്കുക. കാരണം അതിൽ ഇത്രയുമൊക്കെ കണ്ടതിൽ നിന്ന് ഞാൻ പറയുന്നു, ഈ പ്രവീൺ, നീ ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയാലും അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമോ എന്ന് ഈ കാണുന്ന പ്രേക്ഷകരായ നമ്മൾക്ക് കൂടി സംശയമുണ്ട്. അപ്പോൾ അതിനിടവരുത്താതെ ആ കുട്ടിയെ വേദനിപ്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പോസിറ്റീവ് കമൻ്റ് ആയാലും നെഗറ്റീവ് കമൻ്റ് ആയാലും എന്തായാലും എനിക്കെതിരെയുള്ളതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഇത് എൻ്റെ കടമയാണ്. ഞാൻ എന്നോ പറയാൻ ആഗ്രഹിച്ച, ഈ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ഉപദേശം, അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് കൊടുക്കണം ഇങ്ങനത്തെ ഉപദേശം, അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നൊക്കെ വിചാരിച്ച കാര്യം ഇന്ന് എനിക്ക് ഈ സംഭവത്തിലൂടെ പറയാൻ പറ്റി. അതുകൊണ്ട് എല്ലാവരും, എല്ലാ പെൺകുട്ടികളും ഒന്ന് മനസ്സിലാക്കുക, നമുക്കൊരു ജീവിതമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. ഇനി ആ സൈഡും നമുക്ക് ശരിയല്ല എന്ന് കണ്ടാൽ നമ്മൾ ധീരമായി ഉപേക്ഷിക്കുക, നമ്മൾ ജീവിക്കാൻ പഠിക്കുക. ഇത് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാകുന്നത്. ഇത് മാത്രമേ നമ്മുടെ ജീവൻ നിലനിർത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനൊരു ന്യൂ യൂട്യൂബറാണ്. അത്യാവശ്യം എൻ്റെ കണ്ടൻറ്റും ഒന്നും ഇതല്ല. ഞാൻ ഒരു തുടക്കക്കാരി മാത്രമാണ്. ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ച് യൂട്യൂബിൽ വരണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ച വ്യക്തിയല്ല. പക്ഷേ നമുക്ക് ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങളുണ്ട് ലൈഫിൽ. നമുക്ക് പക്ഷേ അതിന് പ്രതികരിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു സംഭവം ഇന്ന് ഞാൻ കണ്ടപ്പോൾ എന്തായാലും അത് എന്നെ എങ്ങനെ ബാധിക്കുമെന്നോ ഏത് രീതിയിൽ ബാധിക്കുമെന്നോ എനിക്കറിയില്ല. എങ്കിലും അതിലെനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി, ഞാൻ പ്രതികരിച്ചു. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു അനീതിക്ക് കൂട്ടുനിൽക്കാതെ ഇതിന് സ്വന്തം വീട്ടിൽ വരുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തം കുട്ടിയായി കാണുക, അവളെ അംഗീകരിക്കുക, സ്നേഹിക്കുക. പറ്റിയില്ല എങ്കിൽ നിങ്ങൾ വേറെ താമസിക്കൂ എന്ന് പറഞ്ഞ് ആദ്യമേ അവരെ പറഞ്ഞയക്കുക. ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യരുത് എന്ന് ദയവ് ചെയ്ത്, ഇങ്ങനെ ഒരു ക്രൂരത ഒരു പെൺകുട്ടിയോടും ചെയ്യരുത്, ഒരു മകനോടും ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.